ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. CPM നേതാവും ദേവികുളം മുൻ MLA-യുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന സൂചന വരുന്നു. ദില്ലിയിലെത്തി കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിക്ക് എത്തിയത്, കൺവെൻഷനിൽ എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, അതും ദില്ലിയിലെത്തി ചർച്ച നടത്തിയിരിക്കുന്നു. BJP-യിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ, അല്ലേ? ഇതിന് നേരത്തെ തന്നെ എസ് രാജേന്ദ്രൻ BJP-യോട് അടുക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ദില്ലിയിൽ എത്തി പ്രകാശ് ജാവദേക്കറുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. 1 മണിക്കൂറിനടുത്ത് കൂടിക്കാഴ്ച നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കൂടിക്കാഴ്ചയിൽ BJP പ്രവേശനം ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായി എന്നും അറിയാൻ കഴിയുന്നു. പല ഘട്ടങ്ങളിൽ BJP-യിലേക്കുള്ള കാര്യം ഒക്കെ അദ്ദേഹം നിരസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, ദേശീയ നേതൃത്വവുമായി നേരിട്ടെത്തി ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രൻ. പ്രകാശ് ജാവദേക്കർ നേരത്തെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള സമാനമായ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ദില്ലിയിലെത്തി 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച ശേഷം അദ്ദേഹം മടങ്ങി. ദില്ലിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു BJP പ്രവേശനം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ കോൺഗ്രസിനെതിരെ CPM വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ BJP പോകുന്നു എന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്താണെങ്കിലും കോൺഗ്രസിന്റെ അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുൻ CPM-ന്റെ MLA അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ള ചരടുവലികൾ നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നു. കേരളത്തിലും ചർച്ചകൾ നടന്നതിന്റെ പിന്നാലെയാണ് ദില്ലിയിൽ എത്തി ചർച്ചകൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ദില്ലിയിൽ എത്തി അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷവും ഒരു BJP പ്രവേശനം എസ് രാജേന്ദ്രന്റെ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഇപ്പോൾ KK ശിവരാമൻ, CPI നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KK ശിവരാമൻ, എസ് രാജേന്ദ്രൻ BJP-യുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഏതാണ്ട് സ്ഥിരീകരണമാവുന്നു അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്നത്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നതുമാണല്ലോ. അല്ല, അപ്പോൾ ചാനലുകൾ കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. അദ്ദേഹം പറഞ്ഞത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും പ്ലാന്റേഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ എത്തിയതെന്നുമാണ്. സ്വാഭാവികമായും അതിനുവേണ്ടി രാജേന്ദ്രൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ വന്ന് പ്രകാശ് ജാവദേക്കർ പോലുള്ള ഒരു ആളുമായി സംഭാഷണം നടത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് തീർത്തും തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല. രാജേന്ദ്രനെ പോലൊരാൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമെന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. മറ്റു കാര്യങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടിയതിന് ശേഷമേ പറയാൻ കഴിയൂ. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൻ്റെയും ആശയത്തിൻ്റെയും കരുത്ത് ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ വേറെ പലതുമായി മാറാം. ഇപ്പോൾ രാജ്യത്ത് BJP എന്ന് പറയുന്ന പാർട്ടി ഈ കോടാനുകോടികൾ മുടക്കി ആളുകളെ വിലക്കെടുത്തുകൊണ്ടിരിക്കുക, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ വിലക്കെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ ഏത് പാർട്ടിയിൽ നിന്നും ആളെ പിടിക്കാൻ നോക്കും. 32 കോടിയുള്ള ഒരു MLA-യുടെ വിലയെന്ന് AIP-യുടെ നേതാവ് കേജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 32 കോടി AIP MLA-ക്ക് വാഗ്ദാനം ചെയ്തു വന്ന്. അപ്പോൾ പണം കൊടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിലാരെല്ലാം വീണു പോകും എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തു നിന്ന് ഒരാൾ വീണു പോയാൽ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശ്രീ KK ശിവരാമൻ, ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം ഈ ഇടത് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നല്ലോ, സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നല്ലോ. അന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളില്ല, പരിഹാരമാകുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. നേതാക്കളുമായൊക്കെ സംസാരിക്കുന്നത് കണ്ടിരുന്നു, MM മണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംഭാഷണം നടത്തുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ അതിനുശേഷം പെട്ടെന്നൊരു തീരുമാനമെടുത്തതെന്ന് കരുതാൻ സാധിക്കുമോ? കാരണം കുറെ കാലമായി അദ്ദേഹം അകന്നു നിൽക്കുകയാണല്ലോ. അതെ, അദ്ദേഹം ആ കൺവെൻഷനിൽ പങ്കെടുത്തു. ഞാൻ ഇടതുപക്ഷത്താണ്, ജോയിസ് ജോർജിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ എന്ന കാര്യം അദ്ദേഹം അവിടെ പരസ്യമായി പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ വളരെ സജീവമായിരിക്കുമെന്നും പാർട്ടിയിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നും പരസ്യമായി പറഞ്ഞയാളാണ് രാജേന്ദ്രൻ. അങ്ങനെ ഒരാളിപ്പോൾ ഇങ്ങനെ മലക്കം മറിയുകയാണോ? അത് നമുക്ക് കാത്തിരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ KK ശിവരാമൻ, CPI നേതാവ് ഇപ്പോൾ പ്രതികരിച്ചത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ കൺവെൻഷനിൽ, ഇടത് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ കൃത്യമായി പങ്കെടുത്തയാളാണ്. MM മണിയുടെ തൊട്ടടുത്തിരുന്നാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് തീർന്നു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ എത്രത്തോളം തിരിച്ചടിയാകും ഇപ്പോൾ രാജേന്ദ്രന്റെ ഈ പെട്ടെന്നുള്ള നീക്കം BJP-യിലേക്ക് പോകുന്നത്?
വിനീത, അന്നും നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. തനിക്കെതിരെയുണ്ടായ നടപടിയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ രാജേന്ദ്രൻ പരാതി പറഞ്ഞിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പറയപ്പെടുന്ന ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിയെ അടക്കം നേരിട്ട് കാണുകയും അദ്ദേഹം ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അനുനയ നീക്കം അവിടുത്തെ പാർട്ടി നേതൃത്വവുമായി നടത്തുകയും മുതിർന്ന മണിയാശാൻ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട് രാജേന്ദ്രൻ കൺവെൻഷനുകളിലേക്ക് എത്തുന്നത്. ആ കൺവെൻഷൻ കഴിഞ്ഞതിന്റെ തൊട്ടുപിറകെയായിരുന്നു നമ്മൾ രാജേന്ദ്രനുമായി നേരിട്ട് സംസാരിക്കുകയും രാജേന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് മാറ്റം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന സൂചന അന്ന് തന്നെ നമ്മളോട് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജേന്ദ്രൻ ഒരു രാഷ്ട്രീയമായ നിലപാട് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് എന്നത് എടുക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം മറ്റുള്ളവരുമായി ഒത്തുപോകുവാൻ കഴിയില്ല എന്ന് രാജേന്ദ്രൻ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV ശശിയും ഒത്ത് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല, അവരെല്ലാം അവിടെ തുടരുകയാണ്, അവരോടൊത്ത് എങ്ങനെ പോകും എന്ന ഒരു ചോദ്യം രാജേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയം, ഇവിടെ പാർട്ടിയല്ല ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ജോയിസ് ജോർജിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കും എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞത്. എന്നാൽ CPIM നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു വന്ന് നമ്മളോട് സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാജേന്ദ്രനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരുന്ന ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അന്വേഷിക്കേണ്ടി വരും രാജേന്ദ്രന് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള എം എം മണി പോലും പറഞ്ഞത് രാജേന്ദ്രൻ പാർട്ടിയാണ്. രാജേന്ദ്രൻ നടപടികളുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അന്വേഷണ കമ്മീഷനും ഒക്കെയായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ അതിന് വിധേയപ്പെടുക മാത്രമാണ് ചെയ്തിരുന്നത്. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോയി എന്നുള്ളത് മാധ്യമങ്ങളുടെ പ്രചാരണം മാത്രമാണ് എന്ന മറുപടിയായിരുന്നു എം എം മണി അന്ന് നൽകിയത്. ഒപ്പം തന്നെ KV ശശിയും അന്ന് പറഞ്ഞിരുന്നു ഈ പറയപ്പെടുന്ന രാജേന്ദ്രനുമായി മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എന്ന് കരുതുന്നില്ല, പിന്നെ അതിലപ്പുറം പാർട്ടി നേതൃത്വം ഇടപെട്ടിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു സംസാരമുണ്ടായിരുന്നത്. എന്തായിരുന്നാലും CPIM നേതൃത്വം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം നേരിട്ട് ഇടപെട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജേന്ദ്രൻ ആ ഒരു കൺവെൻഷനിലേക്ക് എത്തിയത്. ആ ഒരു അനുനയ നീക്കം വിജയിച്ചു എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷവും CPIM-ഉം കരുതിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നീക്കം പാളി എന്ന് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പാകുന്നത്. CPIM ജില്ലാ നേതൃത്വം അന്ന് രാജേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. എം എം മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പരിഹാരം എന്ന നിലയിലേക്ക് പോയതുകൊണ്ടാണോ പെട്ടെന്ന് ഇപ്പോൾ രാജേന്ദ്രൻ BJP-യിലേക്ക് എന്ന നീക്കം ശക്തമാക്കിയത്? ഇന്ന് ചർച്ച നടത്തി എന്നത് പറയുന്നത് ഏറെ നിർണായകമാണ്. അദ്ദേഹം ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോയി കാണേണ്ടതില്ലല്ലോ എന്ന KK ശിവരാമന്റെ ചോദ്യവും പ്രസക്തമാണ്. വിനീത, അത്തരത്തിൽ തന്നെയാണ്. മറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് രാജേന്ദ്രൻ ഇതിനു മുമ്പും BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉള്ള ഉന്നത നേതൃത്വവുമായി BJP നേതൃത്വവുമായി 2 തവണ രാജേന്ദ്രൻ ചർച്ച നടത്തിയെന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയത്. ആ ഒരു ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ ആകെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വേദിയിലെല്ലാം വളരെ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള തരത്തിലേക്കാണ്. അത്തരത്തിൽ BJP-യിലേക്ക് കോൺഗ്രസുകാർ എല്ലാവരും തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രചാരണം വ്യാപകമായി നടത്തുമ്പോൾ പ്രത്യേകിച്ച് രാജേന്ദ്രനെ പോലുള്ള ഒരാൾ 3 തവണ നിയമസഭയിലേക്ക് പ്രതിനിധീകരിച്ചയാള്, ഇടതുപക്ഷത്തു നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചയാള്, ഒപ്പം തന്നെ 5 വർഷക്കാലം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാൾ, പ്ലാന്റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തമിഴ് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവ്. ആ തരത്തിൽ ഈ മാറി നിന്ന 2-3 വർഷങ്ങൾ ഒഴിച്ചാൽ ശക്തമായ നേതൃത്വമായി നിലനിന്നിരുന്ന മൂന്നാറിന്റെ സ്പന്ദനത്തിനൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക്, അതും ഇന്ന് രാജ്യത്താകെ ഇടതുപക്ഷത്തിന് പ്രതിരോധം തീർക്കേണ്ട ഒരു കക്ഷി എന്ന നിലയിൽ BJP നിൽക്കുമ്പോൾ ആ BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടതുപക്ഷത്തിനാകെ അതൊരു ക്ഷീണമുണ്ടാകും. പറഞ്ഞു വെക്കുവാൻ കഴിയും നടപടി നേരിട്ടയാളാണ് എന്നൊക്കെ അത്തരത്തിൽ മാത്രമാണ് സാധിക്കുക. എങ്കിൽ പോലും ഈ ഒരു അനുനയ നീക്കം പരാജയപ്പെട്ടു. രാജേന്ദ്രൻ ഇപ്പോൾ നേരിട്ട് BJP നേതൃത്വത്തെ കണ്ട് അവിടേക്ക് പോകും
പോകുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഇനി ഉണ്ടാകുന്നത് എങ്കിൽ, മുമ്പും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പോകില്ല, പോയിട്ടില്ല എന്നൊക്കെയാണ് എങ്കിൽ പോലും ഇതിനൊക്കെ വ്യക്തമായ ധാരണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവിടെ നിന്ന് ഒരാൾ MLA ആയിരിക്കുമ്പോൾ പോലും കേന്ദ്ര മന്ത്രിയെയോ മറ്റാളുകളെയോ നേരിട്ട് കാണാൻ ശ്രമിക്കാത്ത ഒരാൾ ഇപ്പോൾ BJP നേതൃത്വവുമായി ഒപ്പം തന്നെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ഇന്ന് ദില്ലിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എസ് രാജേന്ദ്രൻ. അത് KK ശിവരാമന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനുമായി അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പോയതെന്ന് എസ് രാജേന്ദ്രൻ പറയുമ്പോഴും എന്തിനാണ് ഒറ്റയ്ക്ക് പോയത് എന്ന് തന്നെയാണ് KK ശിവരാമൻ ചോദിക്കുന്നത്. നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നു ദില്ലിയിൽ നിന്ന്. നോബൽ, പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പാളയത്തിൽ നിന്നും BJPയിൽ എത്തിച്ചു. ഇപ്പോഴത്തെ എസ് രാജേന്ദ്രന്റെ പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണെങ്കിലും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു, ഏതാണ്ട് നമുക്ക് ഉറപ്പായിരിക്കുന്നു എസ് രാജേന്ദ്രനും BJPയിലേക്ക് പോകുന്നു എന്നത്. കാരണം പ്രകാശ് ജാവ്ദേക്കറുമായി, കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ നേതാവുമായി തന്നെയാണ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണമോ മറ്റോ വരാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഏതായാലും അതും വ്യക്തമായിരിക്കുന്നു. ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP ശ്രമം നടത്തുന്നതിനിടെ ഇത്തരത്തിൽ CPMൽ നിന്നും കൂടി മുതിർന്നൊരു CPM നേതാവിനെ, മുൻ MLA കൂടി പാളയത്തിലെത്തിക്കുമ്പോൾ BJPക്ക് അത് എത്രത്തോളം ഗുണകരമാകും? നോബൽ കേൾക്കാമെങ്കിൽ. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്നുണ്ട്. നോബൽ, പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം ഇന്ന് രാവിലെയാണോ കൂടിക്കാഴ്ച നടത്തിയത്? ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പത്മജ വേണുഗോപാലിനെ എത്തിച്ചു, അങ്ങനെ പല ആളുകളെയും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിച്ചു. CPMൽ നിന്നും എസ് രാജേന്ദ്രനെ പോലൊരു മുതിർന്ന നേതാവിനെ കൂടി BJPയിൽ എത്തിക്കുമ്പോൾ അത് പാർട്ടിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് എത്രത്തോളം ഗുണകരമാകും? വിവിധ BJP സംബന്ധിച്ചുള്ള നേതാക്കളെ എത്തിക്കുന്ന ഈ സമയമാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഇരു മുന്നണികളും, അത് UDF ആകട്ടെ LDF ആകട്ടെ, ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളെ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ അതാത് പാർട്ടിയിൽ നിന്ന് അടർത്തി BJPയിൽ എത്തിക്കുന്നത് ഇലക്ഷനിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാമെന്നും അതോടൊപ്പം തന്നെ മുന്നണികളുടെ വിശ്വാസം ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നേതാക്കളെ, പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വന്നു, അതേപോലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പത്നി തോമസ് അടക്കമുള്ള ആളുകൾ എത്തി. ഇപ്പോൾ CPMൽ നിന്ന് എസ് രാജേന്ദ്രൻ കൂടി ആ പാളയത്തിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികം ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു പോരാട്ട സമയത്ത് ഇത് പ്രത്യേകിച്ച് CPM അടക്കമുള്ള പാർട്ടികളെ ദുർബലപ്പെടുത്തുവാനും അതോടൊപ്പം CPMനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണം മറ്റു തരത്തിൽ ഉപയോഗിക്കാനും ഇത് കഴിയും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെതിരെ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണമാണ് ഈ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ കഴിയില്ല, അവർ നിരന്തരം BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJPയായി മാറുന്നു എന്നുള്ളത്. അത്തരത്തിൽ ഒരു പ്രചരണം സംസ്ഥാനത്ത് വലിയ രീതിയിൽ നടക്കുമ്പോൾ ഇത്തരത്തിൽ CPMന്റെ ഭാഗമായിരുന്ന എസ് രാജേന്ദ്രൻ, മുൻ MLA ആയിരുന്ന, ദേവികുളത്ത് ഒന്നിലധികം തവണ MLA ആയിരുന്ന ആൾ BJPയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരെയും പ്രതിരോധത്തിൽ ആക്കി. അത്തരത്തിൽ ഒരു രാഷ്ട്രീയമായി തന്നെ ഒരു മേൽക്കൈ, പ്രത്യേകിച്ച് നേതാക്കളെ കൂടുതൽ BJPയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇനിയിപ്പോൾ BJPയിലാണ് ഇതിന്റെ ഒരു ഭാവി, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഭാവി എന്നടക്കമുള്ള ഒരു പ്രതീതി ഉണ്ടായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP ക്യാമ്പിലുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന നേതാക്കൾ നമുക്കറിയാം, പത്മജ വേണുഗോപാൽ ആണെങ്കിലും അല്ലെങ്കിൽ പത്നി തോമസ് ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് പിന്നിൽ ആരും വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല. അവർ ഒറ്റയ്ക്കാണ് വന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും എസ് രാജേന്ദ്രന്റെ ഒരു പാർട്ടി പ്രവേശനം എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും അദ്ദേഹം മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവ്ദേക്കർ നിലവിൽ ഇപ്പോൾ അദ്ദേഹം പൂനെയിലേക്ക് പോയിരിക്കുകയാണ്, നാളെ കേരളത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ നിന്ന് പൂനെക്കാണ് പോയിരിക്കുന്നത്. BJPയിലേക്ക് എന്ന സൂചനകളാണ് വരുന്നത്. പ്രകാശ് ജാവ്ദേക്കറുമായി ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സന്ദീപ് രാജാക്കാട് നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. സന്ദീപ്, CPM ജില്ലാ നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടുക. ഇക്കാര്യത്തിൽ വരും മണിക്കൂറിലും ഏതായാലും ഈ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളുമായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.